7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം. അപ്പം നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്നതല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷ് അല്ലാന്ന് നീ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ ഒരു നേരെയുള്ള വാരത്തിരികയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും ഒക്കെ നമ്മുടെ രോഹിത്തിന്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ രോഹിത്തിന്റെ ഫാമിലി ഇഷ്യൂസ് തന്നെയാണ്. അതിനെ പൊക്കി പിടിച്ച് കുറച്ച് പേരൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കമന്റ് സെക്ഷനും കണ്ടാലും നമുക്ക് തോന്നും, ഇതൊരു സ്കാം പരിപാടിയാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തായാലും എനിക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം ഫാമിലി വ്ളോഗേഴ്സ് എല്ലാവരും വീട്ടിൽ പ്രശ്നമുണ്ടാവുന്നു, എന്നിട്ട് രണ്ടുപേരും വേറെ ആയി പോകുന്നു, ഭാര്യ ഭർത്താവ് വേറെ താമസിക്കുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങൾ പിരിയുന്നു, അമ്മ മക്കള് പിരിയുന്നു, എന്നിട്ട് രണ്ടു കൂട്ടരും രണ്ട് സൈഡിലിരുന്ന് വീഡിയോ ചെയ്യുന്നു, റീച്ച് ആവുന്നു, പൈസ ഉണ്ടാക്കുന്നു, പിന്നെ അവർ ഒന്നിക്കുന്നു, പിന്നെ അങ്ങനെയുള്ള വീഡിയോസ് വരുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നത്, റീച്ച് ആവുന്ന ആൾക്കാരെ കാണുന്നത് അല്ലെ. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേരെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിലേക്ക് ഇവരും പോവുകയാണോ എന്ന് പോലും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. മറ്റുള്ളവർക്ക് ഒരു ക്ലാസ് എടുക്കുന്ന പോലെയുള്ള വീഡിയോസുമായിട്ട് തന്നെയാണ് പ്രശ്നേഷ് പണ്ട് വന്നിട്ടുള്ളത്. പിന്നീടാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള വീഡിയോസ് വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ വന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ആണ്. അപ്പോഴാണ് നമുക്ക് തോന്നുക അല്ലെ, വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, അപ്പോൾ ഇനി ഒരു വീട് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വൈഫ് പ്രഗ്നന്റ് ആണ്, അതിന്റെ ചിലവുകളും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന ഒരു കാലമാണ് വരുന്നത്. അതുകൊണ്ടാണോ? എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ അവർ നല്ല രീതിയിൽ റീച്ചുള്ള ഒരു ഫാമിലി തന്നെയാണ്. എന്തായാലും രോഹിത്തിന് ഇൻസ്റ്റഗ്രാമിൽ നല്ല റീച്ച് ഉണ്ട്. ഒരു 2 ലക്ഷത്തോളം ഫോളോവേഴ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോസിനെല്ലാം നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. പക്ഷെ യൂട്യൂബിൽ അത്ര റീച്ച് ഉള്ള ഒരാളല്ല ഗ്രീൻ ഹൗസ് രോഹിത് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണോ യൂട്യൂബിൽ നിന്നും ഏൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നും വലിയൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പ്രശ്നവുമായിട്ട് വന്നതെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോയുടെ കമന്റ് ബോക്സ് വളരെ രസകരം തന്നെയാണ്. കാരണം ഇതുപോലെ സ്കാം പരിപാടിയുമായിട്ട് വന്നിട്ടുള്ള പല ഫാമിലിയെയും അവിടെ ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് കമന്റ് ബോക്സ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ വളരെയധികം റീച്ച് വേണ്ട ഒരു സമയമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെയുള്ള ഡ്രാമകളുമായിട്ട് വരുന്നതെന്ന് തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോസും അതുപോലെ തന്നെ പ്രശ്നം വളരെ ഗുരുതരം തന്നെയാണ്. ഫാമിലിയെയാണ് ഈ ഒരു വിഷയത്തിൽ ബ്ലെയിം ചെയ്തിട്ടുള്ളത്. ഫാമിലി എന്ന് പറയുമ്പോൾ സഹോദരിയെ തന്നെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ചിത്രീകരിക്കുന്നത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് തന്നെ നമുക്ക് അറിയില്ല. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നുമില്ല. കാരണം ഇവര് സഹോദരങ്ങളാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നിച്ചുള്ള വീഡിയോസും വരും, അതും റീച്ച് ആവും അല്ലെ. വീട്ടിലെ ഇഷ്യൂസ് കൊണ്ടുവന്നിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫാമിലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. റീച്ചുള്ള ആൾക്കാർ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് തന്നെയാണ് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ലിസ്റ്റിലേക്ക് രോഹിത്തും എത്താൻ പോവുകയാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പ്രശ്നം കാരണം അടുത്തൊരു ചാനലുകൾ ഉണ്ടെങ്കിൽ പോലും റീച്ച് ഇല്ലാത്ത ചാനലുകൾ തന്നെയാണ് സഹോദരിക്കും. അപ്പോൾ ആ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വ്യൂസും കിട്ടും, അതുപോലെ തന്നെ അവിടെയും വരുമാനം കിട്ടും. രണ്ടു കൂട്ടർക്കും ഒരുപോലെ വരുമാനവുമായും ജീവിക്കാനും കഴിയും എന്നുള്ള ലക്ഷ്യമാണോ ഇത് എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.